നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. ഓം ഫുർ ഭുവസ്വഹ ഗായത്രി മന്ത്രം അല്ലേ? അത് മന്ത്രങ്ങളുടെ എല്ലാം മാതാവാണെന്നാണ് പറയുന്നത് അല്ലേ? എല്ലാ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഗായത്രി മന്ത്രം എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്നവർക്ക് ബുദ്ധിശക്തിയും വിവേകവും വർദ്ധിക്കുമെന്നാണ് കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ സ്കൂളുകളിൽ ഗായത്രി മന്ത്രം, സരസ്വതി മന്ത്രം, ഗുരുമന്ത്രം ഇതെല്ലാം സ്കൂളുകളിൽ കുട്ടികൾ ഉരുവിടണമെന്ന് പറയുന്നത്. അല്ല, സർക്കാർ ഓഫീസുകളിൽ ഉരുവിടണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി അത് ഉരുവിടണമെന്ന് പറഞ്ഞില്ല. കുട്ടികൾ അത് ഈ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളുടെ നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്ന അനുസരിച്ചിട്ടാണ് അല്ലേ ഗായത്രി മന്ത്രം. ആ 4 വരി ചൊല്ലുക, ദിനംപ്രതി 3 നേരം, ഒരു നേരമെങ്കിലും ചൊല്ലുക. 3 നേരം ചൊല്ലിയാൽ അത്രയും നല്ലത് അല്ലേ? ഈ കേസ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലാണ് ഈ കേസ് ഒരു ഹർജി കൊടുത്തു. അതായത് ഈ സർക്കാർ സ്കൂളുകളിൽ ഗായത്രി മന്ത്രം ചൊല്ലാൻ ഉത്തരവുണ്ട്, അത് പാടില്ല, അത് മതപരമായ വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി വന്നു. അപ്പോൾ ആ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് അമിതേന്ദ്ര കിഷോർ പ്രസാദ്, അദ്ദേഹമാണ് അത് പരിഗണിച്ചത്. അത് ഞാൻ ആ വിധി ആദ്യം പറയാം, അതിനുശേഷം രാജേഷ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഈ സർക്കാർ ഉത്തരവുണ്ട് കേട്ടോ, ഈ മന്ത്രങ്ങൾ ചൊല്ലാം, സ്കൂളിൽ ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. ചൊല്ലണം എന്നല്ല, ചൊല്ലാം. ഞാൻ വരുന്നു, അത് അല്ല, ഞാൻ ആ വിധി പൂർണ്ണമായിട്ടും പറയാം. അപ്പോൾ കോടതി പറഞ്ഞത് ഈ ഹർജിയെ അപക്വമാണ്. ഈ സർക്കാർ നിർദ്ദേശം മൗലിക അവകാശങ്ങളുടെ എന്ത് ലംഘനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇവ പാടാൻ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച്, അതായത് ഇത് ചൊല്ലാൻ നിർബന്ധിച്ച ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഇത് നിർബന്ധമായിട്ടും ചൊല്ലണം എന്ന് പറയുന്ന ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി സർക്കാർ ഉത്തരവ് ആരുടെയെങ്കിലും മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമല്ല. സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടില്ല. കൊടുത്തിരിക്കുന്നത് ഗായത്രി മന്ത്രം, സരസ്വതി മന്ത്രം, ഗുരുമന്ത്രം ഒക്കെ ചൊല്ലാം. അതെങ്ങനെ, എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ പറഞ്ഞതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് പാടാൻ നിർബന്ധിക്കുന്നില്ല, ഈ ആലാപനം നിർബന്ധമാക്കിയിട്ടില്ല. ഈ സർക്കാർ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ മതബോധനം വിലക്കുന്ന ഭരണഘടനയുടെ 28(1) വകുപ്പ് ഉത്തരവ് വഴി സർക്കാർ ഇതൊന്നും ലംഘിച്ചിട്ടുമില്ല. ഭരണഘടനയുടെ ഈ വകുപ്പ് വിദ്യാലയങ്ങളിലെ ധാർമ്മിക പാഠങ്ങൾ വിലക്കിയിട്ടില്ല. വിദ്യാലയത്തിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് കോടതി പറഞ്ഞത്. ഇനി മതാചാരങ്ങളും ആരാധനയുമൊക്കെയാണ് വിലക്കിയിട്ടുള്ളത്, അത് സ്കൂളിൽ പാടില്ല. മതപരമായ ആചാരങ്ങൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ, അതൊന്നും സ്കൂളിൽ വേണ്ട. അത് വിലക്ക് തന്നെയാണ്, അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും. ഇവ ഭാവിയിൽ നിർബന്ധമാക്കിയാൽ ഹർജിക്കാരന് കോടതിയെ വീണ്ടും സമീപിക്കാം. അതായത് കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളിപ്പോൾ വേദങ്ങളെക്കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, നമ്മുടെ മോറൽ സയൻസിലോ അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിലോ. എന്താണ് വേദങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഭഗവത്ഗീത, എന്താണ് ബൈബിൾ, എന്താണ് ഖുറാൻ, എന്താണ് നിരീശ്വരവാദം, ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമോ ബൈബിളിലെ ഒരു കൊട്ടേഷനോ ഖുറാനിലെ ഒരു ആയത്തോ ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ അത് കുട്ടികൾ പഠിക്കുന്നതിൽ എന്താണ് കുഴപ്പം? കുട്ടികളുടെ ധാർമ്മികമായ ഒരു ഉദ്ബോധനത്തിന് അത് സഹായിക്കുമെങ്കിൽ അത് അങ്ങനത്തതല്ലേ കുട്ടികളെ പഠിപ്പിക്കാൻ എന്തായാലും വയ്ക്കുള്ളൂ. ഇത് ഒരു വലിയ കമ്മിറ്റി ഇരുന്ന് സിലബസ് നിശ്ചയിക്കുകയാണ്, പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കുന്നത് വലിയ പണിയാണ്, ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മോറൽ സയൻസിലോ മറ്റേതെങ്കിലും ഒരു ഇതിലോ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിലെന്താണ് കുഴപ്പം?
ഇതാണ് കോടതി ചോദിച്ചത്. ഇതാണ് വളരെ ലളിതമാണ്. ഇനി താങ്കൾ പറഞ്ഞ ഈ ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്വ, ഈ ഭൂർഭുവസ്വ എന്നുള്ളത് മന്ത്രത്തിൻ്റെ ഭാഗമല്ല. അത് സത്യത്തിൽ വ്യാഹൃതി എന്നാണ് അതിന് പറയുന്നത്. അത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നു എന്നേ ഉള്ളൂ. മന്ത്രം തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്, ഈ 3 വരിയേ ഉള്ളൂ. ഈ ഓം അതിന്റെ അർത്ഥം എന്താണ്? അത് അതിന് നമ്മളത്ര വിശദീകരിച്ചു പോകണോ? അത് ഒരു തുടക്കം എന്നുള്ളതല്ല. ഈ ഭൂഹു ഭുവ സ്വ ഇത് 3ഉം ഈശ്വരനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള 3 ശബ്ദങ്ങളാണ്. ഓം പോലെ തന്നെ 3 ശബ്ദങ്ങളാണ്. നമ്മളത് വിശദമായ അതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ ഋഷിമാർ പഴയ ഈ വേദവ്യാഖ്യാനങ്ങളായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദം 3 വേദത്തിലും ഗായത്രി മന്ത്രമുണ്ട്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. ഇത് ഏത് വേദത്തിലാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയും യജുർവേദത്തിലെയാണ് എന്ന് പറയാം. അങ്ങനെയല്ല, ഋഗ്വേദത്തിൽ ഇതുണ്ട്. ഋഗ്വേദത്തിലെ സാവിത്രി ഋക്കാണ് പിന്നീട് ഗായത്രി മന്ത്രമായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനൊരു ചരിത്രമുണ്ട്. ഇപ്പം നമ്മുടെ ചർച്ചയിൽ അത് അത്ര റിലവൻ്റ് അല്ല. ഇത് എന്തുകൊണ്ട് ഇതിനെ ഗായത്രി മന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ആലപിക്കുന്നവനെ, ഗാനം ചെയ്യുന്നവനെ ഇത് രക്ഷിക്കും ഈ മന്ത്രം എന്നാണ് വിശ്വാസം. അതാണ് സങ്കല്പം. അതുകൊണ്ട് സാവിത്രി ഋക്കിൻ്റെ പേര് ഗായത്രി മന്ത്രം എന്നായി. ഗായന്തം ത്രായതേ ഇത് ഗായത്രി, അങ്ങനെയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഈ യജുർവേദത്തിലുമുണ്ട്, സാമവേദത്തിലുമുണ്ട്. അപ്പോൾ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ഈ വ്യാഹൃതി കൂടെ ചേർത്ത് കൊണ്ട് ചൊല്ലും. ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. വളരെ ലളിതമായിട്ട് മന്ത്രത്തിൻ്റെ അർത്ഥം, അല്ലയോ ഈശ്വര, താങ്കൾ പറഞ്ഞല്ലോ സൂര്യനെ, അങ്ങനെ സൂര്യനെ പ്രകീർത്തിക്കുന്നതല്ല. ഇതിൻ്റെ ദേവത സവിതാവാണ്. അതുകൊണ്ട് സൂര്യനെ പ്രാർത്ഥിക്കുന്ന മന്ത്രം എന്ന അർത്ഥമല്ല. ഈ സവിതാവ് എന്ന വാക്കിന് സൂര്യനെന്നും അർത്ഥമുണ്ട്, അച്ഛനെന്നും അർത്ഥമുണ്ട്, പാലിച്ച് രക്ഷിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഈശ്വരൻ എല്ലാവരെയും പാലിച്ച് രക്ഷിക്കുന്ന അച്ഛൻ്റെ സമമായ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പിതാവ് ഈശ്വരനാണ് എന്ന സങ്കല്പത്തിലാണ് സൂര്യതേജസ്സോടുകൂടി വർത്തിക്കുന്ന ഈശ്വരൻ. അങ്ങനെയാണല്ലോ ഗീതയൊക്കെ പറയുന്നത്. വിശ്വരൂപ ദർശനത്തിലൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ചിജ്ജട ചിന്തനത്തിൽ പറയുന്നുണ്ട്, 1 കോടി ദിവാകരരൊത്തു ഉയരും പാരൊടി നീരനലാദികളും. ഞാൻ ഇത് പൂർണ്ണമായിട്ടുള്ളത് മറന്നുപോയി. അതായത് ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് 1 കോടി സൂര്യന്മാർ ഉദിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ ഗായത്രി മന്ത്രത്തിൽ നമ്മൾ രാവിലെ ഈ മന്ത്രം ചൊല്ലണം, വൈകിട്ടും സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ആണ്. സന്ധ്യാവന്ദനത്തിൻ്റെ ഭാഗമാണ് ഈ മന്ത്രം. ഗുരുമന്ത്രം എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ഈ ബ്രഹ്മചാരികളും ഗൃഹസ്ഥന്മാരും സന്യാസിമാരും വാനപ്രസ്ഥികളും എല്ലാം ഈ മന്ത്രം ചൊല്ലാറുണ്ട്. എല്ലാവർക്കും ഈ മന്ത്രം അനുവദനീയമാണ്. പുരുഷന്മാരും സ്ത്രീകളും ചൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മന്ത്രം, അതിനെക്കുറിച്ച് പഠിക്കുക, അത് മോറൽ സയൻസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുക എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് ചൊല്ലണമെന്ന് ആരെയും അതായത് ആചാരപരമായി അനുഷ്ഠാനപരമായിട്ട് അത് ചൊല്ലാൻ നിർബന്ധിക്കുന്നില്ല. മറിച്ച് അതിനെക്കുറിച്ച് പഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ നാളെ ഒരു മുസ്ലിം കുട്ടി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി, അല്ലെങ്കിൽ മതവിശ്വാസങ്ങളൊന്നുമില്ലാത്തൊരു കുട്ടി MA ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി എടുത്തു. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഗായത്രി മന്ത്രവും മറ്റു വിഷയങ്ങളും ഒക്കെ, ഭഗവത്ഗീതയും ഒക്കെ വരില്ലേ? അത് പഠിക്കില്ലേ അവർ? അപ്പോൾ ആ ഇന്ത്യൻ ഫിലോസഫിയുടെ ഭാഗമായിട്ടുള്ള, ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് വേദങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ അതിലെ മന്ത്രങ്ങൾ സ്വാഭാവികമായിട്ട് അവർ അക്കാഡമിക്കായിട്ട് പഠിക്കില്ലേ? അതിനെ ആചാരപരമായിട്ട് പഠിക്കുകയല്ല, അതിനെ ആചാരപരമായിട്ട് അനുഷ്ഠിക്കുകയല്ല, പക്ഷെ അക്കാഡമിക്കായിട്ട് അത് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ അത് ചൊല്ലുന്നതിൽ എന്താ തെറ്റ്? അത് ആചാരപരമായിട്ട് അനുഷ്ഠാനപരമായിട്ട് ചൊല്ലുന്നതല്ല, മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ചൊല്ലുന്നതല്ല, ഉപാസനയുടെ, അത് ആ വാക്കാണ് കുറെ കൂടെ ശരിയാകുന്നത്, ഈശ്വരോപാസനയുടെ ഭാഗമായിട്ടത് ചൊല്ലുന്നതല്ല. പിന്നെ മോറൽ സയൻസ് പഠിക്കുമ്പോൾ കുട്ടികൾ ഈ മോറൽ വാല്യൂസ്, ഈ ധാർമ്മിക പഠനം കുട്ടികൾക്ക് വേണ്ടേ? അത് പഠിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് കോടതി ചോദിച്ചത്. അതപ്പോൾ എല്ലാ മതങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങൾ, അതിലെ ആധ്യാത്മികത, അതിലെ ആത്മീയത കുട്ടികൾ പഠിക്കണ്ടേ? കുട്ടികൾ അതിനെക്കുറിച്ച് അറിയണ്ടേ? അതിലെന്താണ് തെറ്റ്? അപ്പോൾ കോടതി വളരെ വളരെ കൃത്യമായൊരു വിധിയാണ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കേവലം മതപരമായിട്ട് കാണണ്ട. അതിപ്പോൾ നിങ്ങൾ ബൈബിളിലെ കോട്ടിങ്സ് പഠിച്ചാലും ഖുറാനിലെ ആയത്തുകൾ പഠിച്ചാലും കുട്ടികൾ പഠിക്കുമ്പോൾ അതൊരു കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട്
സിലബസിൽ ഉൾപ്പെടുത്തുന്നതാണ്, ചാപ്റ്ററിൽ ഉള്ളടക്കം ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഖുറാനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കാതിരിക്കുമോ? ബൈബിള് പഠിക്കുന്ന ഒരാൾ പിന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാതിരിക്കുമോ? തീർച്ചയായും. അപ്പം ഇതെല്ലാം മതപരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റാണ്. മനുഷ്യൻ മോറൽ, അതിലെ മോറൽ വാല്യൂസ് നമ്മൾ പഠിക്കണം. ഇപ്പം ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾ ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കാതിരിക്കുമോ? ശ്രീകൃഷ്ണൻ ഇല്ലാതെ ഭഗവത്ഗീത ഉണ്ടോ? അല്ല. അപ്പോൾ ശ്രീകൃഷ്ണനെ കൂടെ ചേർത്തുകൊണ്ട് മാത്രമേ ഭഗവത്ഗീത പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. കോടതി വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഹർജിക്കാരൻ്റെ ഹർജി അപക്വമാണെന്ന് ഇനി ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് മതപരമല്ല, അക്കാഡമിക്കാണ്. അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത് നിർബന്ധിക്കുന്നില്ലല്ലോ കുട്ടികളെ. നിങ്ങളിത് ഇങ്ങനെ തന്നെ ചെയ്യണം, വീട്ടിൽ പോയി എല്ലാവരും രാവിലെയും വൈകിട്ടും ഇത് ചൊല്ലണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ ആരും. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിക്ക് നല്ല വിവേകവും ബുദ്ധിയും ബോധവും ഉണ്ട്. മാത്രമല്ല, ഈ ഗായത്രി മന്ത്രത്തിൽ സാർവജനീനമായിട്ട് നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം നമ്മളൊക്കെ ഒരു സാർവജനീനമായൊരു പ്രാർത്ഥനയായിട്ടാണ് അതിനെ കാണുന്നത്, അല്ലേ? ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൺ തോണി നിൻ പദം എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അത് ഏത് മതസ്ഥനും ചൊല്ലാം. മതമില്ലാത്ത ഒരാളിനും അതിനകത്ത് അനൗചിത്യമൊന്നുമില്ല, അതിനകത്ത് അകറ്റി നിർത്തലൊന്നുമില്ല. വളരെ സാർവത്രികമായി, സാർവജനീനമായി, സാർവലൗകികമായ ശബ്ദങ്ങളെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലേ? അങ്ങനെ ഉള്ള ഒരു മന്ത്രം ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളുകളിൽ രാവിലെ ഗാനമായിട്ട് ആലപിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. നമ്മൾ പന്തളം കേരളവർമ്മയുടെ ഒക്കെ ഗാനങ്ങൾ, നമ്മൾ അത്തരത്തിലുള്ള കവിതകൾ നമ്മൾ പ്രാർത്ഥനാ ഗാനങ്ങളായിട്ട് ആലപിക്കാറുണ്ട്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി, പരമാണുപ്പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലേ? അതൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളിലൊരു അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും ഒരു മതപരമായ ഇതല്ല. ഗായത്രി മന്ത്രം അതുപോലെയാണ്. അത് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലയോ സവിതാവേ, നിൻ്റെ വരേണ്യമായ ശ്രേഷ്ഠമായ സ്വീകരിക്കാൻ കഴിയുന്ന ആ ബുദ്ധിയെ, ആ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ തൊഴുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ നേർവഴിക്ക് നയിക്കണേ. ഇതാണ് ആ പ്രാർത്ഥന. ഒരു സാർവജനീനമായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഈ പറയുന്നത് പോലെ സംസ്കൃതത്തിലാണ് ആ മന്ത്രം രചിക്കപ്പെട്ടിരിക്കുന്നത്. ആ മന്ത്രം നമുക്ക് ലഭ്യമായിരിക്കുന്നത് സംസ്കൃത ഭാഷ. സംസ്കൃതമല്ല, സംസ്കൃതത്തിനേക്കാൾ പഴക്കമുള്ള ഒരു ഭാഷയാണ്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, നമ്മൾ ചർച്ച ചെയ്താൽ ഇപ്പം തീരില്ല. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഈ ഛത്തീസ്ഗഡ് കോടതിയുടെ വിധി എക്കാലവും പ്രസക്തമായിരിക്കുന്ന, പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ഇന്ത്യൻ പൈതൃകത്തോടും ഇന്ത്യൻ പാരമ്പര്യത്തോടും അങ്ങേയറ്റത്തെ ഒരു ബഹുമാന്യത കൊടുത്തുകൊണ്ട് ആ വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആ വിധിയെ പ്രസക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് ഗായത്രി മന്ത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്പൃശ്യതയോ അയിത്തമോ ഒന്നുമില്ല. അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ മതപരമായ വേലിക്കെട്ടുകൾ തീർക്കുന്നത് മനുഷ്യനാണ്. അതുണ്ടാകാതിരിക്കട്ടെ. ഗായത്രി മന്ത്രത്തിനും വേദങ്ങളിലെ അറിവിനും മതപരമായ ജാതീയമായ ഒരു വേലിക്കെട്ടുകളും ഇല്ല എന്നുള്ളതാണ് സത്യം.